സിജിൻ ഡൂഡിൽ ആർട്ടിസ്റ്റ് ആണ്. വെറുതെ അർത്ഥമില്ലാതെ കുത്തി വരയ്ക്കുക എന്നുള്ളതാണ് ഡൂഡിലിന്റെ ഒരു മീനിങ്. എന്നുവെച്ചാൽ വെറുതെ നമ്മൾ കുത്തി വരയ്ക്കുമ്പോഴത്തേക്ക് അത് എന്താവുന്നു അതാണ് ഡൂഡിൽ. ഇത്രയും ചെയ്ത പ്രൊജക്ട്സിൽ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റിയൊരു പ്രൊജക്ട് ഇനി വരാൻ പോകുന്നതായിരിക്കും ഒരു ഫ്ലൈറ്റിൽ വരയ്ക്കണം എന്നൊരാഗ്രഹം. അതായിരിക്കും. എന്താന്ന് ഫ്ലൈറ്റിലാ? അതെ. താങ്ക് യു. മെട്രോയിലും ബസ്സിലൊക്കെ ക്യാൻവാസ് എടുത്തോണ്ട് പോകും. ആൾക്കാരൊക്കെ മുന്നേ പോയി വരയ്ക്കും. കുറച്ച് പ്രായമായ ഒരു ലേഡി. അപ്പോൾ ഇവരെ ഞാൻ വരച്ചു. പക്ഷെ ഇവരൊരു വിധത്തിൽ സമ്മതിക്കത്തില്ല. ഇത് ഞാനായിട്ടില്ല, ഇത് ഞാനല്ല, ഞാൻ ഇതിൽ നിന്നും ചെറുപ്പമാണ്. ലാലേട്ടൻ്റെ വീട്ടിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ ഒരു 1-2 പെയിന്റിങ്സ്, ഒരു ഗണപതിയുടെ പെയിന്റിങ്, പുള്ളിക്ക് ഗണപതിനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. സാർക്കയ്ക്ക് വേണ്ടിയിട്ട് പത്താൻ മൂവിക്ക് വേണ്ടിയിട്ട് അവർ ഒഫീഷ്യൽ മെർച്ചൻഡൈസ് ചെയ്തു. ബ്രാൻഡ് ന്യൂ മെർസിഡീസ് കാറിൽ ചെയ്തു. അത് ആണ് CNN ഫീച്ചർ ചെയ്യുകയൊക്കെ ചെയ്തു. CNN ഫീച്ചർ ചെയ്ത ആ വീഡിയോക്ക് എത്ര മില്യൺ ആയെന്ന് കൂടി പറഞ്ഞു. അത് 9 or 10 മില്യൺ വ്യൂസ് ആയോ? UAE പോയിട്ട് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് കൂടുതലും. എനിക്കൊന്നും UAE തന്നെ ഫസ്റ്റ് മലയാളി ഡൂഡിൽ ആർട്ടിസ്റ്റ് അല്ലേ? അതെ അതെ, ഫസ്റ്റ് ക്രിയേറ്റീവ് ടാലന്റിന് ഗോൾഡൻ വിസ കിട്ടിയ കൂട്ടത്തിലുള്ള ഒരാളാണ്. ആൾക്കാരൊക്കെ മില്യൺസ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് അവർക്ക് ഈ ഗോൾഡൻ വിസ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളാകെ നമുക്ക് കയ്യിലുള്ളൊരു പേന, ഒരു പേപ്പർ, അത് വെച്ചിട്ട് മുകളിൽ തന്നെ ഒരു വലിയൊരു പാറയുണ്ട്. അപ്പോൾ ആ ഒരു പാറയുടെ മുകളിൽ ഒരു വലിയൊരു ആർട്ട് വർക്ക്, ഏകദേശം 15-20 മീറ്റർ വലിയൊരു ആർട്ട് വർക്ക് ചെയ്തു. പക്ഷേ ഇപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ പിള്ളേരെല്ലാം കൂടി അതിന് ഗൂഗിൾ എർത്തിൽ പേര് കൊടുത്തു, ഡൂഡിൽ റോക്ക്. അത് കൊള്ളാം, സ്വന്തം പേരൊരു റോക്കൊക്കെ, ഡൂഡിൽ റോക്ക്. കലയെ അല്ലെങ്കിൽ ആർട്ടിന് ഒരുപാട് ഇഷ്ടമുള്ളവരാണ് നമ്മൾ മലയാളികൾ. അതുപോലെ ഒരു ആർട്ടിസ്റ്റ്, ഒരു ഡൂഡിൽ ആർട്ടിസ്റ്റ് ആണ് ഇന്ന് എൻ്റെ കൂടെ ക്ലബ് FM ഉള്ളത്. ലെറ്റ്സ് വെൽക്കം സിജിൻ ഗോപിനാഥ്. വെൽക്കം ടു ക്ലബ് FM. ഹായ്. സിജിൻ ഡൂഡിൽ ആർട്ടിസ്റ്റ് ആണ്. അന്നേരം എന്താണ് ഡൂഡിൽ ആർട്ടിസ്റ്റ് എന്നൊക്കെ ഒന്ന് പറഞ്ഞുതരോ? ഡൂഡിൽ എന്ന് വെച്ചാൽ, ഇത് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് വെറുതെ അർത്ഥമില്ലാതെ കുത്തി വരയ്ക്കുക എന്നുള്ളതാണ് ഡൂഡിലിന്റെ ഒരു മീനിങ്. എന്ന് വെച്ചാൽ വെറുതെ നമ്മൾ കുത്തി വരയ്ക്കുമ്പോഴത്തേക്ക് അത് എന്താവുന്നു അതാണ് ഡൂഡിൽ. മറ്റേ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ വാട്ട് ഇസ് ഡൂഡിൽ എന്ന് അടിച്ചു നോക്കി. അപ്പൊ കണ്ടത് കുത്തി വര ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട്. ശരിക്കും ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടാണ്. പിന്നെ അതിനെ കുറച്ചുകൂടി എന്തെങ്കിലും മീനിങ് ഫുൾ ആക്കുക എന്നുള്ളതാണ് ഞാൻ കണ്ടുപിടിച്ചൊരു എന്റേതായ ഒരു എന്താണ് ഇന്റർപ്രിട്ടേഷൻ. എന്നോട്ട് സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു ഡൂഡിൽ ആർട്ടിസ്റ്റ് ആവാൻ? ഡൂഡിൽ ആർട്ടിസ്റ്റ് ആവാൻ കുഞ്ഞിലേ തൊട്ടേ, ഡൂഡിൽ ആർട്ടിസ്റ്റ് അല്ല, ആർട്ട് എന്നുള്ളതൊരു കുഞ്ഞിലേ തൊട്ടേ ഉള്ളൊരു ഹോബിയായിരുന്നു. എന്ന് വെച്ചാൽ കുട്ടിയിലെ തന്നെ ഒരുപാട് ആർട്ട് കോമ്പറ്റീഷനിലൊക്കെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അത് മാത്രമല്ല ഈ ചുമരിലൊക്കെ വരയ്ക്കുകയും, പിന്നെ ഇലക്ഷനിലൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ക്യാമ്പയിൻ്റെ ഒക്കെ പാർട്ടായിട്ട് വാളിൽ ഇന്ന ആൾക്കാരെ വിജയിപ്പിക്കുക എന്നൊക്കെ എഴുതുന്നത്. അങ്ങനെ അതൊക്കെയായിരുന്നു ആദ്യത്തെ. പിന്നെ ഈ റോഡിൽ തന്നെ ചുടുകട്ടയൊക്കെ വെച്ചിട്ട് വെറുതെ കുത്തി വരയ്ക്കും. എന്ന് വെച്ചാൽ നമ്മുടെ അവിടെ റോഡിൽ അധികം ബസ്സും കാറും ഓട്ടോ ഒന്നുമില്ല, ഒരു ഉൾപ്രദേശത്താണ്. അപ്പോഴത്തേക്ക് ഈ റോഡ് ടാറിട്ടതിന് ശേഷം ബ്ലാക്ക് ആയിട്ട് കിടക്കും. ഇപ്പം നമ്മൾ ചുടുകട്ടയൊക്കെ വെച്ചിട്ട് പേരൊക്കെ എഴുതുമായിരുന്നു. മെയിൻ ഹോബി. ഞാനല്ലെങ്കിൽ ഈ ചുമരിൽ വരയ്ക്കണത് കുത്തിവരൊന്നും ശരിക്കും കുത്തിവരല്ല അല്ലേ, അതൊരു വലിയ ആർട്ട് ഫോമാണ്. ഇതിൽ ഞാനിപ്പോൾ ഒരു ബുക്ക് എഴുതിയാണ്, ഡൂഡിലിംഗ് ഡ്രീംസ് എന്ന്. അപ്പോൾ അതേ ബുക്കിൽ ഒരു ചാപ്റ്ററിൽ അതിൽ മെയിനായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ബ്ലാക്ക് ഇങ്ക് ഡൂഡിൽ ആർട്ടിലൊക്കെ എങ്ങനെ വന്നു. അപ്പോൾ അതിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വീട്ടിലൊരു ഒരു സൈഡിലായിട്ടൊരു കോർണറിൽ ഒരു റൂം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അധികം ഈ പറഞ്ഞ പോലെ വെയിലൊന്നും ഉണ്ടാവില്ല. അപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ മെയിനായിട്ടും വെറ്റിലയുടെ കൃഷിയുണ്ട്. അപ്പോൾ ഈ വെറ്റിലയെല്ലാം അടുക്കുകയും ഇതെല്ലാം ചെയ്യുന്ന ഈ തണലുള്ള ഈ റൂമിൽ വെച്ചിട്ടാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു ദിവസം കറണ്ട് ഇല്ലാതിരുന്ന സമയത്ത് ഈ റൂം ചിമ്മിനി വിളക്ക് മറിഞ്ഞു വീണിട്ട് മൊത്തം തീ പിടിച്ചു. അപ്പോൾ തീ പിടിച്ചപ്പോഴത്തേക്ക് റൂമിൽ വെറുതെ റൂമല്ല, അതിൽ ചേട്ടൻ്റെ ഒരുപാട് ഒരു 100-300ഓളം കാസറ്റ്സ് ഉണ്ടായിരുന്നു, ഓഡിയോ കാസറ്റ്സ്. അത് ചേട്ടൻ ഭയങ്കരമായിട്ട് അന്ന് ഈ യൂട്യൂബും ഇൻ്റർനെറ്റൊന്നും ഇല്ലാത്ത സമയത്തായിരുന്നു. അപ്പോൾ ചേട്ടൻ ഈ പറഞ്ഞ പോലെ AR റഹ്മാൻ്റെതും പല മ്യൂസീഷ്യൻസിൻ്റെയൊക്കെ പല പാട്ടുകൾ ശേഖരിച്ച് വെച്ച കാസറ്റ്സ് ആയിരുന്നു ഇതിലുള്ളത്. എല്ലാ വാളിലും റാക്കൊക്കെ അടിച്ചിട്ട് ഇതെല്ലാം കത്തിപ്പോയി. അപ്പോഴത്തേക്ക് ചേട്ടൻ എല്ലാ വീക്കെൻഡും ആയിരുന്നു ചേട്ടൻ വീട്ടിൽ വരുന്നത്. അപ്പം ചേട്ടന് തിരുവനന്തപുരത്ത് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ചേട്ടൻ കാണുന്ന ഈ റൂം മൊത്തം കത്തി മൊത്തം കരിയൊക്കെ ആയിട്ട് കിടക്കുന്നു. പിന്നെ ചേട്ടൻ ഒരു 2-3 മാസം വന്നില്ല. അപ്പോഴത്തേക്ക് ഈ റൂമിൽ ഞാൻ കയറി അവിടെ നിന്ന് മറ്റേ ഈ ചാർക്കോളിൻ്റെ പീസും മറ്റേ ഈ ഫ്ലൈവുഡും തടിയിലൊക്കെ പീസ് കരിഞ്ഞതൊക്കെ എടുത്തിട്ട് കുത്തി വരയ്ക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അന്ന് എനിക്കപ്പോഴും
പറയുകയാണെങ്കിൽ വേറെ ആരും ഒന്നും പറയത്തില്ലല്ലോ എന്ന് വെച്ചാൽ ഓൾറെഡി അത് കരിഞ്ഞ് പോവേ. ആ റൂമിൽ അവിടെ വെള്ള ഭാഗം ഉള്ളിടത്തായിരുന്നു ഞാൻ ഈ വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു അച്ഛൻ വഴക്ക് പറയും. പിന്നെ അച്ഛൻ അത് കണ്ടിട്ടൊന്നും മൈൻഡ് ചെയ്യാതെ പോയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടി വീണ്ടും വരച്ചിട്ട് തന്നെ അങ്ങനെ കൂടുതൽ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ ചേട്ടൻ ഒരു പ്രാവശ്യം തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ചേട്ടൻ ഇത് കണ്ടിട്ട് ചേട്ടൻ്റെ ഒരു ആർട്ട് ടീച്ചറായിട്ടുള്ള ഒരു ഫ്രണ്ടുണ്ട്, സുരേഷ് ബാബു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് കൊണ്ടുപോയി ആർട്ട് പഠിക്കാനായിട്ടാക്കി. അവിടെ അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ 3rd സ്റ്റാൻഡേർഡിലോ 4th സ്റ്റാൻഡേർഡിലോ എന്തോ പഠിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷമായിരുന്നു പിന്നെ ആർട്ട് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ എല്ലാ വീക്കെൻഡും പോയി ഇത് വരയ്ക്കുക. പിന്നെ അത് മാത്രമല്ല അവിടെ നമ്മുടെ ആ വില്ലേജിൽ ആ ഗ്രാമത്തിൽ തന്നെ അവിടെ ഈ പറഞ്ഞ ഈ ആർട്ട് ക്ലാസ്സിന് വീക്കെൻഡ് പോകുമ്പോഴത്തേക്ക് വരച്ചിട്ട് വരുമ്പോൾ നമ്മുടെ ആ ഒരു നാട്ടിലുള്ള, ഞാൻ വെഞ്ഞാറമൂട് നിന്നാണ് വരുന്നത്. അപ്പോൾ വെഞ്ഞാറമൂടുള്ള ഒരുപാട് ഈ ടാക്സി പിന്നെ നമ്മുടെ ജീപ്പില്ലേ, ജീപ്പൊക്കെയാണ് കൂടുതലും സർവീസ് നടത്തുന്നത്. അപ്പോൾ ജീപ്പ് ഡ്രൈവർമാരും ചേട്ടന്മാരും ഓട്ടോക്കാരും ഇവരെല്ലാവരും വന്നിട്ട് എൻ്റെ ബുക്ക് എടുത്തിട്ട് ഇന്ന് നീ എന്താണ് വരച്ചത് കാണിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു അപ്രിസിയേഷൻ ഉണ്ട്, അതെ സപ്പോർട്ട്. അപ്പോൾ അത് വീണ്ടും അടുത്ത ആഴ്ച വന്നിട്ട് പുതിയത് വരയ്ക്കാനായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ, ഭയങ്കര തോര ആ ഒരു അങ്ങനെ ഒരു എൻകറേജ്മെന്റ് അന്നേ കിട്ടി. അപ്പോഴത്തേക്ക് അത് കൂടുതലും അതായിരുന്നു വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു മോട്ടിവേഷനും കാര്യങ്ങളും. ഒരു സമയത്ത് നമ്മളിങ്ങനെ വിചാരിക്കുമല്ലോ, ഓക്കെ ഞാൻ ഇതാ ചെയ്യാൻ പോണേ അല്ലെങ്കിൽ ഡൂഡിലാട്ടാ ചെയ്യാൻ പോണേന്ന് വിചാരിക്കുമ്പോൾ ഇതൊരു സ്പെഷ്യൽ സംഭവമാണ്. അങ്ങനെ അധികാരം ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ BFA പഠിക്കുന്ന പിള്ളേരൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടെ പോണ്. അപ്പം ആരും പറഞ്ഞിട്ടുണ്ടാ വേണ്ട, അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടാ അയ്യോ വേണ്ട പോണോ വേറെ വല്ല പണിക്കും പോയാലോ നോക്കിയാലോ എന്നൊക്കെ അങ്ങനെ വിചാരിച്ചു? ഇല്ല അങ്ങനെ ഒരു ചിന്തയേ ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ കുട്ടിയിലെ തൊട്ടേ എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ ഒരു പെയിൻറ്റിങ് കോമ്പറ്റീഷന് പോകുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ കളേഴ്സും സാധനങ്ങളൊന്നുമില്ല. അപ്പോഴും അച്ഛൻ എവിടെ നിന്നോ പൈസ ഇല്ലാഞ്ഞിട്ട് കടമൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ കളേഴ്സൊക്കെ വാങ്ങിച്ച് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോഴെനിക്കറിയാമായിരുന്നു അന്ന് തൊട്ടേ ആ ഒരു എൻകറേജ്മെൻറ്റ് അച്ഛൻ തന്നിട്ടുണ്ട്. പിന്നെ ചേട്ടൻ ആർട്ട് സ്കൂളിൽ കൊണ്ടാക്കിയതും പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് ആർട്ട് ടീച്ചേഴ്സും അങ്ങനെയൊക്കെ ഓരോ സമയങ്ങളിൽ ഓരോ ആൾക്കാരായിട്ട് എൻകറേജ്മെൻറ്റ് തന്നുകൊണ്ടിരുന്നതുകൊണ്ട് അതിൽ നിന്ന് മാറി ചിന്തിക്കാനായിട്ട് തോന്നിയില്ല. പിന്നെ അത് മാത്രമല്ല ഈ സ്കൂളിലൊക്കെ ഞാൻ എല്ലാ കലാകാരന്മാരും അല്ലെങ്കിൽ ഈ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരും പറയുന്നതാണ് നമ്മൾ പഠിത്തത്തിൽ മോശമാണ്, ആർട്ടിലാണ് ടാലൻറ്റ്. അതെ അവിടെ ഈ സ്കൂളിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ക്ലാസ്സിലൊന്നും അധികം കയറാറില്ല. അപ്പോഴേ കയറുമ്പോൾ ഏതെങ്കിലും സ്കൂളിലോ ഞാൻ ഈ പത്രം വായിച്ചിട്ട് ഏതെങ്കിലും കോമ്പറ്റീഷൻസ് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യും, പ്രൈസ് കിട്ടും. അപ്പോഴേ അസംബ്ലിയിൽ വിളിച്ചിട്ടുണ്ടെന്നുണ്ട് നമ്മൾ സ്റ്റാറായിട്ട് അവിടെ പോയി. അപ്പോൾ അതുകൊണ്ട് അത് ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് മാർക്ക് ഗ്രോസ് മാർക്കും അതൊക്കെ കിട്ടി. എനിക്ക് അവിശ്വസനീയമായി തോന്നുന്നത് ഈ ടീച്ചേഴ്സ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ, ക്ലാസ്സിൽ കയറി ഇല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നല്ലോ. അതെ വരയ്ക്കുന്ന ഒരു കാര്യം കൊണ്ടായിരിക്കും, അതുകൊണ്ട് അവർക്ക് ഇഷ്ടമായിരുന്നു. അതുപോലെ ഓരോ കോമ്പറ്റീഷന് പോകുമ്പോഴത്തേക്ക് സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് പോവുകയല്ലേ. ഇപ്പോൾ UAE പോയിട്ട് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് കൂടുതലും. എനിക്കൊന്നും UAE തന്നെ ഫസ്റ്റ് മലയാളി ഡൂഡിൽ ആർട്ടിസ്റ്റ് അല്ലേ? അതെ. എങ്ങനെ എന്തൊക്കെ റെക്കഗ്നിഷൻസ് എങ്ങനെ കിട്ടിയുള്ള അവിടെ പോയി? ഇതിൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ ഈ എക്സ്പോ 2020 എന്ന് പറഞ്ഞിട്ട് UAE വെച്ചിട്ട് നടന്ന ഒരു ഈവൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓരോ എമിറേറ്റ്സിലും പോയിട്ട് ഇതിൻ്റെ സന്ദേശം നമ്മൾ അറിയിക്കുന്ന രീതിയിൽ ഒരു പ്രോഗ്രാം അവർ UAE ഗവൺമെൻറ് പ്ലാൻ ചെയ്തു. അപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യൻ ആർട്ടിസ്റ്റ് ഞാനായിരുന്നു. ബാക്കിയുള്ളതെല്ലാം പല പല നാഷണാലിറ്റി ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ പോകുമ്പോഴത്തേക്ക് ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്ത് അവരുടെ നേഷന് വേണ്ടിയിട്ട് പാർട്ടാവാൻ പറ്റിയത് അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. അതെ ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. അത് ഭയങ്കര സന്തോഷത്തിൽ അവിടെ പോയി അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ അത് മാത്രമല്ല പുതിയ കാര്യങ്ങൾ ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും അതൊക്കെയായിരുന്നു കൂടുതൽ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതലും റെക്കഗ്നൈസേഷൻസ് ഒക്കെ അവിടെ എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ ആക്ടേഴ്സിനൊക്കെ ഇപ്പോൾ ലാലേട്ടനും എല്ലാവരും കേട്ടിട്ടുണ്ട് ഗോൾഡൻ വിസ കിട്ടി. അതേപോലെ ക്രിയേറ്റീവ് ടാലൻസിന് അവർ കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ സ്പെഷ്യൽ ടാലൻറ്റ് കാറ്റഗറീസ്. അപ്പോൾ അത് നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് വേണമെങ്കിലും ആവാം. അപ്പോൾ ഇത് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഫില്ല് ഔട്ട് ചെയ്തിട്ട് നമ്മൾ പോർട്ട്ഫോളിയോ സബ്മിറ്റ് ചെയ്താൽ അവർ ക്രൈറ്റീരിയ എല്ലാം ചെക്ക് ചെയ്തിട്ട് അവർക്ക് വേണമെങ്കിലും ഈ ഗോൾഡൻ വിസ കിട്ടാനായിട്ട് എലിജിബിൾ ആവും. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ക്രിയേറ്റീവ് ടാലൻറ്റിന് ഗോൾഡൻ വിസ കിട്ടിയ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. അത് ഈ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ആൾക്കാരൊക്കെ മില്യൺസൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് അവർക്ക് ഈ ഗോൾഡൻ വിസ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളാകെ നമുക്ക് കയ്യിലുള്ളൊരു പേന ഒരു പേപ്പർ അത് വെച്ചിട്ട്
അത് പിന്നെ വേറൊരു വിഷമം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം നേരെ ജോബിന് ടെക്നോ പാർക്കിലൊരു IT കമ്പനിയിൽ വെബ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡിസൈനറായിട്ട് ജോബിന് കയറി. അപ്പോൾ എൻ്റെ സർട്ടിഫിക്കേഷൻ എല്ലാം ഈ +2 എന്നുള്ളതാണ് മെയിൻ. അപ്പോൾ സ്കൂളിലൊക്കെ മോളുടെ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് അതൊരു പേരാണെന്ന് വെച്ചാൽ +2 അല്ലേ ഉള്ളൂ. അപ്പോഴും ഇപ്പോൾ മോള് പറയും ഇതുപോലെ പപ്പയാണ് ഇതുപോലെ ഫസ്റ്റ് ഡൂഡിൽ ആർട്ടിസ്റ്റ് ആണ്. പ്രൗഡ്. അതുകൊണ്ടൊരു സന്തോഷം. ഒരു സാധാരണ ഒരു ചിത്രം വരയും ഡൂഡിൽ ആർട്ട് തമ്മിൽ വലിയ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും? അത് സാധാരണ ഞാനിതിൽ മെയിനായിട്ടും ഇതിലോട്ട് തിരിയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സമയപരിമിതി കൊണ്ട് ഒരുപാട്, അത് മാത്രമല്ല ഞാൻ അവിടെ ദുബായിൽ എത്തുന്ന സമയത്ത് ഞാൻ ഈ പാർട്ടീഷൻ എന്ന് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന റൂമിലായിരുന്നു ബാച്ചിലേഴ്സ് എല്ലാം താമസം. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു പെയിൻറ്റിങ് വരച്ചിട്ട് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇത് ആരും എടുത്ത് പുറത്തിട്ടേക്കുന്നു. അത് എന്ന് വെച്ചാൽ ഒരു ഗാർബേജ് ഉണ്ട് അവിടെ. അപ്പോഴും എന്ന് വെച്ചാൽ ഒട്ടും സ്പേസ് ഇല്ല. അപ്പോഴും എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ നമ്മൾ അതെ അവിടെ അത് അങ്ങനെ ഒരു വിഷമമായെങ്കിലും പിന്നീട് എന്ത് ചെയ്യാൻ തിരിച്ചെടുത്ത് വീണ്ടും എടുത്ത് വെച്ചിട്ട് ഇല്ല. ആരാന്ന് ചോദിച്ചാലും ഈ പറഞ്ഞ പോലെ മലയാളികൾ മാത്രമല്ല, പല ഇന്ത്യയിലെ തന്നെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് അടിപിടിക്കൊന്നും പോകാതെ ഞാൻ അതെടുത്ത് തിരിച്ചു വെച്ചു. പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പേപ്പറിൽ കൂടുതലും വരയ്ക്കാനും ഈ കൂടുതലും അന്ന് ഞാനിപ്പോൾ 10 വർഷമായി ദുബായിൽ. പക്ഷേ ഇപ്പോഴാണ് ഞാൻ ലൈസൻസ് എടുക്കുന്നത്. അത്രയും നാൾ ഞാൻ ഈ പറഞ്ഞ പോലെ മെട്രോ ബസ്സിലൊക്കെ ആയിരുന്നു അവിടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പേപ്പറും പേനയാണെങ്കിൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്, നമുക്ക് സമയം ലാഭിക്കാം. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു 2 മണിക്കൂറൊക്കെ ട്രാവലിംഗ് ടൈം വരും. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ കൂടുതലും ഈ ഡൂഡിലും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോഴത്തേക്ക് ഒരു പേപ്പറും പെന്നും മാത്രം മതിയല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് വരയ്ക്കുന്നത് കുറച്ചുകൂടി ഈസിയാണ്, സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും അതിലോട്ട് തിരിഞ്ഞു. പിന്നെ അത് മാത്രമല്ല അവിടെ ആർട്ട് മെറ്റീരിയൽസിൻ്റെ എക്സ്പെൻസും കുറച്ചുകൂടി ഹൈ ആണ് കമ്പാരിറ്റീവ്ലി നമ്മുടെ ഇന്ത്യയിലെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ അതും ഒരു ഘടകമായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെട്ടു. എന്ന് വെച്ചാൽ പല പറഞ്ഞ പോലെ ആൾക്കാരെയും പല നാഷണാലിറ്റിയും അവിടെ പരിചയപ്പെടുമ്പോഴത്തേക്ക് എല്ലാവരും ട്രഡീഷണൽ ആയിട്ടുള്ള പെയിൻറ്റിങ് മെത്തേഡ്സും കാര്യങ്ങളും ഫോളോ ചെയ്യും. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു യുണീക്കായിട്ട് നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു 2012 ഞാനൊരു ഡൂഡിൽ ആർട്ട് ഈ എക്സിബിഷനൊക്കെ അന്ന് ഫസ്റ്റായിട്ട് UAE കണ്ടക്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അത് കുറച്ചുകൂടി ആ ഡൂഡിൽ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു ഇതൊക്കെ അവിടെ കിട്ടി, റെക്കഗ്നൈസേഷൻ. അതെ. ഒരു ആർട്ട് ചെയ്യാൻ എത്ര ടൈം എടുക്കും? അത് ഡിപ്പെൻസ് ഓൺ എന്താണ് ആ ഒരു തീമും അതൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ചെയ്ത ഒരു ആർട്ട് വർക്ക്, ഒരു 300+ ഫേസസ് എന്ന് പറഞ്ഞൊരു ആർട്ട് വർക്ക് ചെയ്യാൻ 1.5 വർഷം എടുത്തു. എന്നിട്ട് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റഡ്. അപ്പോൾ അത് ഉണ്ട് അങ്ങനത്തെ. അതെ, അത് എല്ലാ ദിവസവും അല്ല, എല്ലാ വീക്കെൻഡ്സ് ഒക്കെ പോയിട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോയി ഇതുപോലെ ആൾക്കാരുടെ ഫേസ്, അതൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഒരു അറ്റംപ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തതാണ്. അത് മാത്രമല്ല അത് UAE കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ യാത്ര ചെയ്ത്, അതെന്ന് വെച്ചാൽ മെട്രോയിലും ബസ്സിലൊക്കെ ക്യാൻവാസ് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ആൾക്കാരൊക്കെ മുന്നേ പോയി ഇരുന്ന് വരയ്ക്കും. അതിലൊരു രസകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഒരു സിറിയൻ ഒരു കുറച്ച് പ്രായമായ ഒരു ലേഡി, അപ്പോൾ ഇവരെ ഞാൻ വരച്ചു. അപ്പോഴത്തേക്ക് ഇവരുടെ മരുമകളോ ആരോ കൂടെ ഒരു ലേഡിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു കറക്റ്റ് അതേപോലെ ആയിട്ടുണ്ട്, ശരിയായിട്ടുണ്ട്. പക്ഷെ ഇവരൊരു വിധത്തിൽ സമ്മതിക്കത്തില്ല, ഇത് ഞാനായിട്ടില്ല, ഇത് ഞാനല്ല, ഞാൻ ഇതിൽ നിന്നും ചെറുപ്പമാണ്. അയ്യോ, ഞാൻ പിന്നെ വിയർത്ത് അത് പെട്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, ഇത് പെൻസിൽ വെച്ച് മാത്രമല്ല അല്ല വരയ്ക്കുന്നത്, ഞാൻ കൂടുതൽ മാർക്കർ വെച്ചിട്ടായതുകൊണ്ട് ഇത് തിരുത്തി വരയ്ക്കാനുള്ള പാടാണ്. അപ്പോൾ പിന്നെ അവസാനം ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് അതെ, ഇല്ല ഞാൻ ഓൾറെഡി പെന്നൊക്കെ വെച്ച് ചുളിവൊക്കെ വരച്ചു കഴിഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതെ, പിന്നെ എങ്ങനെയെങ്കിലും സൈഡിൽ ഓടി, ക്യാൻവാസും കൊണ്ട് ഓടി. ഇപ്പൊ ഈ വരച്ചെന്ന് പറഞ്ഞല്ലോ, ഓരോ സ്ഥലത്ത് ഓരോ ആളുകളെ നോക്കി വരയ്ക്കണത്. ഇപ്പൊ എന്നെ നോക്കി വരയ്ക്കാൻ പറ്റുമോ? വരയ്ക്കണോ? എന്നെ ഇതുവരെ ആരും വരച്ചിട്ടില്ല, ഇതുവരെ ആരെങ്കിലും വരച്ച് തന്നിട്ടില്ല. നല്ല വിഷമമുണ്ട്. ശരി, വരയ്ക്കാം. ഇല്ല, എത്ര ടൈം എടുക്കും എന്നെ വരയ്ക്കാൻ? 5-10 മിനിറ്റ് അത്ര എടുക്കും. ഓക്കെ, സെറ്റ്. അപ്പം ഞാൻ വാങ്ങാൻ പോവാ. ഞാൻ കണ്ടില്ല എങ്ങനെയാ വരച്ചതെന്നൊന്നും ആ സമയത്തൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, മതി, ടൈം ഔട്ട്. ഓക്കെ. അയ്യോ, കുറച്ച് കുറഞ്ഞു. അതെ, പക്ഷേ ഇല്ല, നന്നായിട്ടുണ്ട്. താങ്ക് യു. ആദ്യമായിട്ടാണ് വരച്ചത്. താങ്ക്സ്.
പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് നമ്മൾ സംസാരിക്കണതിൻ്റെ ഇടയിൽ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ സെറ്റ് ചെയ്തതാ. അപ്പോൾ അതിൻ്റെ കുറച്ച് ടൈം ലിമിറ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് വരച്ചത്. താങ്ക് യു സോ മച്ച് ട്ടാ. എന്തായാലും ഇത് വീട്ടിലിങ്ങനെ സൈഡിൽ വെക്കാം, എല്ലാവരും 4 ആൾ കാണട്ടെ. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ എത്ര പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ടാവും? ഇപ്പോൾ ഒരുപാട് എന്ന് വെച്ചാൽ ഞാൻ ഓരോന്നും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മുന്നേ ചെയ്തതിൻ്റെക്കാട്ടി എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് പ്ലാൻ ചെയ്യുകയും ചെയ്തുകൊണ്ടും ഇരിക്കുന്നത്. അത് കൂടുതൽ ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടും ഇപ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ മാത്രമല്ലാതെ കുറച്ചുകൂടെ പബ്ലിക് ഇൻട്രാക്ഷനും കൂടെ ഉള്ള രീതിയിൽ ഒരു ആർട്ട് ആ ഒരു രീതിയിലായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ പല പല ആർട്ടുകൾ ചെയ്തു. ഇപ്പോൾ കാറിൽ ഈ ഇടയ്ക്കല്ല കുറച്ച് നാളിന് മുന്നേ ആർട്ട് ചെയ്തു. പിന്നെ ഈ ക്ലോത്തിങ്ങിൽ ചെയ്തു. പിന്നെ അത് തന്നെ ഒരു ഇനിയിപ്പോൾ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു മോഡൽ വെയർ ചെയ്യുന്ന ക്ലോത്തിൽ ലൈവായിട്ടൊരു ഫാഷൻ ഷോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും സംഭവം? അതെന്ന് വെച്ചാൽ ഒരു ഫാഷൻ ഷോ ഇവൻറ്റിൽ അവർക്ക് ലൈവായിട്ട് മോഡൽ ഇതുപോലെ ഒരു പ്ലെയിൻ ഡ്രസ്സായിരിക്കും ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഇങ്കൊക്കെ വെച്ചിട്ട് ഒരു ഡൂഡിലായിട്ട് അത് ചെയ്യണം ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ അതിന് പ്രാക്ടീസ് ഒക്കെ ചെയ്യണം. അതെ പ്രാക്ടീസ് കുറച്ചൊക്കെ. പിന്നെ ചിലതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്താലും അവിടെ പോകുമ്പോഴത്തേക്കുള്ള ആംബിയൻസ് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഐഡിയാസ് ഒക്കെ അതെ അപ്പോൾ അത് കൂടി ഇംപ്ലിമെന്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു നല്ല എക്സ്പീരിയൻസ് ആവുമായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനത്തെ കുറച്ച് ഡിഫറെൻറ്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതലും പിന്നെ അവിടെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡൂഡിലായിട്ട് വർക്ക്ഷോപ്പുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ ഒരു 10-20 സ്കൂളുകളിലോളം ഇതുവരെ ചെയ്തു. ഒരു 4000-5000 സ്റ്റുഡൻസിന്. അപ്പോൾ എപ്പോഴായിരിക്കും ഈ വർക്ക്ഷോപ്പൊക്കെ സെറ്റ് ചെയ്യണത്? അത് വീക്കെൻഡ്സും അല്ലെങ്കിൽ ഓഫീസിൽ ഞാൻ നാട്ടിൽ അധികം വരാറില്ല. അപ്പോൾ വരുന്ന ഈ ആനുവൽ വെക്കേഷൻ ഉണ്ടല്ലോ, ഒരു മാസമൊക്കെ കിട്ടും. അപ്പോൾ ആ വെക്കേഷൻ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വീക്കെൻഡ്സിന് മുന്നേ ഉള്ള ഫ്രൈഡേ ഒക്കെ എടുത്തിട്ട് പോയി ഇതുപോലെ ആർട്ട് ക്ലാസ്സസും ഒക്കെ സ്കൂളിന് വേണ്ടിയിട്ടൊക്കെ അതെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല പിള്ളേർക്കൊക്കെ നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ട് അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതെ അവർ ഭയങ്കര ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ അവർ മാത്രമല്ല, ഇത് ഒരുപാട് ആൾക്കാരല്ലാതെ ഈ എന്താണ് ആർട്ട് തെറാപ്പി എന്നുള്ള രീതിയിലും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു പേന നമ്മുടെ കയ്യിലിരിക്കുകയാണ്, നമ്മളൊരു ഫോൺ കോളോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അറിയാതെ കുത്തി വരയ്ക്കും. അപ്പോഴതെന്ന് വെച്ചാൽ അത് ആർട്ട് അറിയണമെന്നൊന്നുമില്ല. അപ്പോഴത് അത് ചെയ്യാണ്. അതെ, അപ്പോൾ അത് നമ്മുടെ മൈൻഡിൽ അറിയാതെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതിനെങ്ങനെ ആൾക്കാർ ഡെവലപ്പ് ചെയ്ത ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ കാറ്റഗറിയിലോട്ട് മാറുന്നു എന്നുള്ളത് വേറൊരു സംഭവമാണ്. അപ്പോൾ ഇത് എല്ലാവരുടെയും ഇൻബിൽട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആർട്ട് തെറാപ്പി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കളേഴ്സ് ഒന്നും വേണ്ട, ആർട്ട് ഫൗണ്ടേഷൻ ഒന്നും വേണ്ട, വെറുതെ നമുക്ക് അതെ. ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ഉണ്ട്, ഒരു അച്ഛനും മകനും മോൻ എന്തൊക്കെ വെറുതെ പേന വെച്ച് കുത്തി വരയ്ക്കുന്നത്, അതിനെ അച്ഛൻ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ആർട്ടാക്കി എടുക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റ് ഒക്കെ നമ്മളവിടെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ആർട്ട് തെറാപ്പിക്ക് വേണ്ടിയിട്ട്. അതെ, പിന്നെ അത് മാത്രമല്ലാതെ ഈ ആർട്ടിസ്റ്റുകൾക്ക് ഈ ഒരു വർക്ക്ഷോപ്പിലൊക്കെ എന്ന് വെച്ചാൽ ഓരോ ആൾക്കാരുടെയും അടുത്ത് പോയിട്ട് അവർക്ക് എന്താണ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഒരാൾക്ക് ടെക്നോളജി വൈസ് ആയിരിക്കും ഇൻട്രസ്റ്റ്, ചില ആൾക്കാർക്ക് നേച്ചർ വൈസ് ആയിരിക്കും. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അതിനെ ഞാൻ കുറച്ച് ഗൈഡ് ചെയ്തിട്ട് ഇതിനെ ഇന്ന പാറ്റേൺസ് ഒക്കെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ അതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കുറച്ച് ഐഡിയാസ് ഒക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ. ഓക്കെ, ഇപ്പോൾ ഇത്രയും ചെയ്ത പ്രൊജക്ട്സിൽ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റിയൊരു പ്രൊജക്റ്റ് ഉണ്ട്? ഇനി വരാൻ പോകുന്നതായിരിക്കും. അല്ല മേമ, ഒരു ഫ്ലൈറ്റിൽ വരയ്ക്കണം എന്നൊരാഗ്രഹം. അതായിരിക്കും. എന്തോന്ന് ഫ്ലൈറ്റിലാ? അതെ, ഇതിന് കളിപ്പാട് അതിൽ പ്രാക്ടീസ് ചെയ്തിട്ട് അതിൽ പോയി വരയ്ക്കും. ശരിക്കും ഒറിജിനൽ ഫ്ലൈറ്റ് വരയ്ക്കാൻ പോവാ, ഫ്ലൈറ്റിൽ ഡൂഡിൽ വരയ്ക്കാൻ പോവാ. അതിന് വേണ്ടിയിട്ട് പക്ഷേ കുറേ പ്രിപ്പറേഷനും കാര്യങ്ങളും വേണം. എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെയും ഈ കാറിലൊക്കെ വരച്ചതെന്ന് വെച്ചാൽ ഈ ഒരു പീലബിൾ പെയിന്റ് വെച്ചിട്ട് ഡിസ്പ്ലേ പർപ്പസിനാണ് വരച്ചത്, റോഡ് വഴി ഓടുന്നതല്ല. ഇപ്പം ഞാൻ ഈ ആർട്ട് പ്രോജക്ട്സ് എല്ലാം UAE വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് കേരളത്തിലായിരുന്നെങ്കിലും നിന്നെ ആള് പിടിച്ചേനെ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഇത് അവിടെ ഡിസ്പ്ലേ പർപ്പസിനാണ്, ഇത് ഒരു ഷോറൂമിന്റെ അകത്ത് വെക്കുന്നതാണെങ്കിൽ ഇവിടെ ആണെങ്കിലും പ്രശ്നമില്ല, അതിനൊന്നും പിടിക്കില്ല. അല്ലല്ല, ഓടുന്നതാണെങ്കിൽ അതിനും പ്രത്യേകം ഗവൺമെന്റിൽ നിന്ന് പെർമിഷൻ എടുക്കണം, അത് എടുത്താലേ പറ്റുള്ളൂ. അത് എല്ലായിടത്തും റൂള് തന്നെയാണ്. അതെ, അപ്പൊ അത് നമ്മൾ ചെയ്തിട്ടായിരുന്നു അവിടെ ചെയ്തത്. കാറിൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ വേൾഡ് ആർട്ട് ദുബായ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർനാഷണൽ ആർട്ട് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു പല
പല നാഷണാലിറ്റി എന്നുള്ള ആർട്ടിസ്റ്റുകൾ വന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോഴേ ഞാനൊരു ഒരു കോൺസെപ്റ്റ് പിച്ച് ചെയ്തു, ഇതുപോലെ ഒരു കാറിൽ ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ട് അവിടെ വെക്കാം. അപ്പോഴവർ പറഞ്ഞു ഇത് പോസിബിൾ ആണോ എന്ന് വെച്ചാൽ അവിടെ എക്സിബിഷൻ നടക്കുന്ന ഹാളിൽ കാറൊക്കെ കൊണ്ടുവരുന്നതും അതൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് മാത്രമല്ല ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ കാറെന്ന് പറയുന്നത് ഭയങ്കര ഓൾഡ് ഒരു കാറാണ്. എന്ന് വെച്ചാൽ അതാണ് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയത്, ഒരു ഓൾഡ് മിനി കൂപ്പർ. അപ്പോൾ അവർ പറഞ്ഞാൽ അതിൻ്റെ ഫിറ്റ്നസ് ഒക്കെ നോക്കിയിട്ട് അത് പൊട്ടിത്തെറിക്കൊന്നും ചെയ്യില്ല എന്നുള്ള കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതെല്ലാം സമ്മതിച്ചു. എന്നിട്ട് 4 ദിവസമായിരുന്നു ഈവൻറ്റ്. അപ്പോൾ 2 ദിവസം വരച്ചപ്പോഴത്തേക്ക് അതിൻ്റെ അടുത്തൊരു ഹാളിൽ ഒരു കാർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. ഈ ആർട്ട് എക്സിബിഷൻ നടന്നതിൻ്റെ ഡിഫറൻ്റ് ആയിട്ട് വേറൊരു കാർ ഷോ. അപ്പോൾ കാർ ഷോയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വന്നു. എന്ന് വെച്ചാൽ ഞാൻ ലൈവായിട്ട് കാറിൽ വരയ്ക്കും. അങ്ങനെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു 2 ഡേയ്സും കൂടെ കണ്ടിന്യൂ ചെയ്ത് 4 ഡേയ്സ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ അതിൽ ഞാൻ ഈ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റുകളായ വാങ്കോങ്, ഫരിദ കൈലോ, പിക്കാസോ അവരെ എല്ലാവരെയും കൂടെ ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലായിരുന്നു ആർട്ട് വർക്ക് അതിൽ ചെയ്തത്. അപ്പോൾ അത് ആ കാറിൽ അത് കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ അതിന് നല്ല ഒരു റിസപ്ഷൻ ആയിരുന്നു കിട്ടിയത്. അപ്പോൾ അതിനുശേഷമായിരുന്നു കുറച്ച് അവിടെ ഒക്കെ ആൾക്കാരൊക്കെ ഒന്ന് നമ്മുടെ പ്രൊഫൈലിലൊക്കെ നോക്കാനൊക്കെ തുടങ്ങിയത്. അതിന് മുമ്പ് വരെ അധികം ആൾക്കാരൊന്നും പേജിൽ പോലും ആരും വരത്തില്ലായിരുന്നു. പിന്നെ അങ്ങനെ അതെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ അതിനുശേഷം പിന്നെ ഈ കാറിൽ ചെയ്യുന്നത് 2-3 കാറിൽ ചെയ്തു. ലാലേട്ടൻ്റെ മരക്കാർ മൂവിക്ക് വേണ്ടിയിട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ ടീം കോൺടാക്ട് ചെയ്തിട്ട് ആ കാറിൽ തന്നെ അത് ചെയ്തു. അപ്പോൾ അത് ഫുള്ള് UAE ഓടിക്കുകയും ഒക്കെ ചെയ്തുമായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ബ്രാൻഡ് ന്യൂ മെർസിഡീസ് കാറിൽ ചെയ്തു. അപ്പോൾ C200 എന്ന് പറഞ്ഞ കാറിൽ. അപ്പോൾ അതിൽ ആർട്ട് വർക്ക് ചെയ്തു. അത് ആണ് CNN ഫീച്ചർ ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ CNN ഫീച്ചർ ചെയ്ത ആ വീഡിയോക്ക് എത്ര മില്യൺ ആയെന്നും കൂടി പറഞ്ഞു. അത് 9 or 10 മില്യണൊക്കെ അത് രസമായിരുന്നു. അത് അവർ വിളിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ വിളിച്ചു വന്നിട്ട് ഇതുപോലെ ചെയ്യുമോയെന്ന് ചോദിച്ചു. ഇതുപോലെ അവർ പറഞ്ഞു കാറിൽ ആർട്ട് വർക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു അത് മറ്റേ മിനി കൂപ്പറിൽ ചെയ്തത് അവർ സ്പോൺസർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് കാറില്ല, കാർ എടുത്തിട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു, എന്നിട്ട് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഞാൻ വാളിൽ വരയ്ക്കാം, നന്നായിട്ട് വരയ്ക്കാം, അടിപൊളിയായിട്ട് പറഞ്ഞ് ജോക്ക് ചെയ്യാണ്. ഇതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട് ഈ വാളിലൊക്കെ വരയ്ക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കാറിൽ വരച്ചായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വേറെ കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ അവിടെ തന്നെ മെർസിഡീസിൻ്റെ ഡീലറിനെ പോയി അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു കാറിൻ്റെ പെയിൻറ്റിനൊന്നും പറ്റില്ല, ഞാനൊരു പീലബിൾ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ കൺവിൻസ്ഡ് ആയി. എന്നിട്ട് അങ്ങനെ ചെയ്തു. അപ്പോഴേ അത് അവർക്കും നല്ല മൈലേജ് കിട്ടിയെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ആ ഒരു വീഡിയോ നല്ല ഒരു റീച്ചായിരുന്നു. അപ്പോൾ അത് ആയിരുന്നു കരിയർ ഗ്രോത്ത് ഉണ്ടാവാതെ. എന്നുവെച്ചാൽ നമ്മുടെ ഐഡിയാസ് പുതിയ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോഴത്തേക്കും ആസ് ആൻ ആർട്ടിസ്റ്റ് എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ പേന പേപ്പർ വെച്ച് വരയ്ക്കുക, എക്സിബിറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ അതിലപ്പുറം എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത്. അത് കാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഫ്ലൈറ്റിന്റെ കാര്യം മറന്നു. ഫ്ലൈറ്റ് അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറേ പ്രിപ്പറേഷൻസ് വേണം. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് അതിൽ ഇപ്പോൾ അത് ഫ്ലൈറ്റ് നമ്മുടെ എയറിൽ കൂടെ പറക്കുന്നില്ലേ, അപ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ട് ടെമ്പറേച്ചർ എത്രയാണ്, അപ്പോൾ അതിൻ്റെ റിസർച്ച് വർക്കുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്പ്ലേ ഫ്ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതും ഇപ്പോൾ ഈ ഇടയ്ക്ക് മറ്റേ എന്താണ് വായിച്ചല്ലോ UK ഏതോ ഒരു ആർമി ഫ്ലൈറ്റ് ട്രിവാൻഡ്രം എയർപോർട്ടിലുണ്ടോ അതിൽ വരെ വരയ്ക്കാമെന്ന് ഞാൻ ചിന്തിച്ചു. ഇല്ല, ചിന്തിക്കുന്നതിലായിരിക്കും. അല്ല, ഞാനിതുപോലെ ഡ്രീം ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഇതുപോലെ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഓരോ പ്രോജക്റ്റ് വരുമ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ പിച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് ദുബായിൽ തന്നെ ഷാർജയിലുള്ള എയർ അറേബ്യ എന്ന് പറഞ്ഞ ഫ്ലൈറ്റ്, അപ്പോൾ അവരുടെ മൊറോക്കോയ്ക്ക് വേണ്ടിയിട്ട് അവരൊരു പ്രത്യേക ഫ്ലൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കോൺസെപ്റ്റ് ചോദിച്ചു. ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ റിയൽ ആയിട്ടല്ല, അവർ പ്രിൻ്റ് ചെയ്തിട്ട് എല്ലായിടത്തും ഇതുപോലെ ഫുള്ള് റാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആർട്ട്. അപ്പോൾ ആ കോൺസെപ്റ്റൊക്കെ ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അപ്രൂവ് ആയാൽ ഫ്ലൈറ്റിൽ അപ്രൂവ് ആവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. മൂവിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ് മരക്കാറിന് വേണ്ടിയിട്ട് ചെയ്തെന്ന് പറഞ്ഞു. അതുപോലെ വേറെ ഏതൊക്കെ സിനിമകൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? തുടരുമിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. വിനു പപ്പും തരുൺ മൂർത്തി അവർ രണ്ടാളും ഇങ്ങനെ പിടിച്ചേക്കണത്. അത് എന്താണ് ആ പ്രോജക്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട് മനു പുള്ളി ഇതുപോലെ ഒരു വർഷം മുന്നേ ഇതുപോലെ പറഞ്ഞു, എന്താണ് ഇങ്ങനൊരു മൂവി വരുന്നത് നല്ല മൂവിയാണ്. അപ്പോഴത്തേക്ക് ആണ് എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കുറച്ച് അടിപൊളി പടമായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച അങ്ങനെയാണല്ലേ എന്നുള്ളൊരു ഐഡിയ കിട്ടി. അങ്ങനെയായിരുന്നു വരച്ചത്. അപ്പോഴേ അതുവരെയും നമുക്കറിയാം
അറിയത്തില്ലായിരുന്നു മൂവി മാസാണോ ക്ലാസ് ആണോ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ട്രെയിലർ ടീസർ മാത്രമേ അന്ന് ഇറങ്ങിയിട്ടുള്ളായിരുന്നു. അതിന് മുന്നെയാണ് വരച്ചത്. എന്ന് വെച്ചാൽ എമ്പുരാൻ സിനിമയൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഫാൻ ആർട്ടും അതൊക്കെ ചെയ്തു. പക്ഷേ ഇതിനധികം ആർട്ടുകളൊന്നും അന്ന് വന്നിട്ടില്ലായിരുന്നു. നമ്മൾ ഫസ്റ്റ് അങ്ങനെ ഒരു ആർട്ട് വർക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇത് ക്രൂവിനെ റീച്ച് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. ബിനു പപ്പും അത് ഭയങ്കര ഈ പറഞ്ഞ പോലെ ഭയങ്കര രീതിയിൽ അത് നന്നായിട്ട് റീച്ച് വന്നു. എന്ന് വെച്ചാൽ അവർ കൊളാബ് ചെയ്യുകയും അവരുടെ പേജിലൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 300-400 ആൾക്കാർ ഇതുപോലെ റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ ഞാൻ UAE-ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് ഫ്രണ്ട്സും അവരൊക്കെ വെച്ചിട്ട് ഒരു 30-40 പീസായിരുന്നു നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല നമുക്ക് സൈസസും കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് ക്ലോത്തിങ്ങിനൊക്കെ സൈസസ് തന്നെ 5 സ്ലീവും ഓവർ സൈസ് ടീഷർട്ടും അങ്ങനെ പല സൈസസ് ഒക്കെ വന്നല്ലോ. അപ്പോൾ അതൊക്കെയാണ് ആൾക്കാർ കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിക്വയർമെൻ്റ് ഒക്കെ ഈ ആ ഒരു മൂവിയുടെ ആ ഹൈപ്പ് സമയത്ത് തന്നെ അവർക്ക് വേണം. അല്ല നമ്മൾ 10 ദിവസമോ 20 ദിവസം എടുത്തിട്ട് ചെയ്താലും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഇത്രയും ആൾക്കാരുടെ എൻക്വയറി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഈ ഒരു വരയ്ക്കുന്ന ആർട്ട് വർക്കിന് അത്രയ്ക്കും വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഒരു മൂവി പോസ്റ്റർ പ്ലേസ് ചെയ്യുന്നതിന് പകരം ഒരു ആർട്ട് വർക്കായിട്ട് പ്ലേസ് ചെയ്തുകൊണ്ടാണ് ആൾക്കാർ വെയർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരെണ്ണം വെച്ചിട്ട് ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് ഇതുപോലെ ഒരു ക്ലോത്തിങ് ബ്രാൻഡായിട്ട് അത് ആർട്ടായിട്ട് പ്ലേസ് ചെയ്തിട്ടേ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമാണ്. ബ്രാൻഡായിട്ട് അതെ. അത് മാത്രമല്ല ഈ അതിൻ്റെ തൊട്ടടുത്തായിരുന്നു തൃശ്ശൂർ പൂരം വന്നത്. അപ്പോൾ പൂരം വന്നപ്പോഴത്തേക്ക് ഇതുപോലെ പൂരത്തിൻ്റെ ടീഷർട്ടിൻ്റെ 2-3 ഡിസൈൻ ഞാൻ ചെയ്തു. അപ്പോൾ അതും ഇതുപോലെ ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യും. പക്ഷേ അത് നമുക്ക് എല്ലാവർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് പോസ്റ്റ് ചെയ്തതിൻ്റെ 2 ദിവസം കഴിയുമ്പോഴായിരുന്നു പൂരം. അപ്പോൾ ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ചെയ്യാം. എന്നാലും കുറച്ച് 2-3-4 ആൾക്കാർക്കൊക്കെ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുത്തായിരുന്നു. പറഞ്ഞ പോലെ 100-400 പേര് എത്രയും ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ കിട്ടാൻ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. സ്വന്തമായിട്ട് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹിറ്റായിരിക്കും. അതെന്ന് വെച്ചാൽ ആർട്ട് എക്സ്ക്ലൂസീവായിട്ട് ഇത് ഞാൻ അവിടെ വെച്ചിട്ടും ഇതുപോലെ കുറച്ച് പ്ലാൻ ചെയ്തായിരുന്നു. അത് ഞാൻ ആസ് ആൻ ആർട്ടിസ്റ്റ് മാത്രമല്ലാതെ പല ആർട്ടിസ്റ്റുകളുടെ ആർട്ട് വർക്ക് വെയർ ചെയ്യുന്ന രീതിയിൽ. അതിന് വേറൊരു പോയിന്റ് കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ആർട്ടിസ്റ്റുകൾ എപ്പോഴും എല്ലാവരും ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോ അങ്ങനെയൊന്നുമല്ല. എല്ലാവരും സ്ട്രഗ്ലിംഗ് ഫേസസും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഒരു വരുമാനം കിട്ടുക എന്നുള്ളത് ഒരു പെയിൻറ്റിങ് ചിലപ്പോൾ സെല്ല് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർ വെച്ചേക്കുന്ന പ്രൈസ് 10,000 രൂപയോ 15,000 രൂപയൊക്കെ ആയിരിക്കും. അത് എല്ലാ ആൾക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഈ ഒരു ടീഷർട്ടോ ഷർട്ടോ ആകുമ്പോഴത്തേക്ക് അതൊരു നമുക്ക് വേണമെങ്കിൽ 400-500 രൂപയ്ക്ക് വിറ്റാൽ അത് ആൾക്കാർക്ക് വാങ്ങാൻ പറ്റും. അതൊരു 10-15 ആൾക്കാർ വാങ്ങിച്ചാൽ പുള്ളിക്ക് ഈ ഒരു എക്സ്പെൻസ് കവർ ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാനും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം പോലെയും കൂടി വരുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അത് വരുന്നുണ്ട്. അതെ വരുന്നുണ്ട്. ഉടനെ വരും. പിന്നെ അതിന് മുന്നേ ലാലേട്ടൻ്റെ വീട്ടിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ ഒരു 1-2 പെയിന്റിങ്സ്, ഒരു ഗണപതിയുടെ പെയിന്റിങ്, പുള്ളിക്ക് ഗണപതിനെയൊക്കെ ഭയങ്കര ഇഷ്ടം. അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഗൂ എന്ന് പറഞ്ഞിട്ടൊരു മൂവിക്ക് വേണ്ടിയിട്ട് ഒരു ടൈറ്റിൽ ആർട്ട് ചെയ്തു. ഒരു ടെക്നീഷ്യൻസിൻ്റെയൊക്കെ പേര് വരുമ്പോഴത്തേക്ക് അതിനുള്ള ബാക്ക് ഡ്രോപ്പായിട്ട് വരുന്നൊരു ആർട്ട്. പിന്നെ SRKക്ക് വേണ്ടിയിട്ട് പത്താൻ മൂവിക്ക് വേണ്ടിയിട്ട് അവർ ഒഫീഷ്യൽ മെർച്ചൻഡൈസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ മെർച്ചൻഡൈസിൻ്റെ ആർട്ടെല്ലാം ചെയ്ത് ഞാനായിരുന്നു അവിടെ UAE-ൽ. അപ്പോൾ അത് അവർ എല്ലാ തിയേറ്റേഴ്സിലും UAE-ൽ സെല്ല് ചെയ്തു, സ്പെഷ്യൽ എഡിഷൻ ജാക്കറ്റായിട്ട്. ആഷ് ഫിലിംസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു SRKക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയത് ഭയങ്കര രസമായിരുന്നു. ഷാറുഖ് ഖാൻ ഇങ്ങനെ സംസാരിക്കണ്ട്, എന്ത് പറയുന്നുണ്ട്, അതറിയായിരുന്നു ഷാറുഖ് ഖാൻ ഇങ്ങനെ വരുമെന്ന്? ഇല്ല, അതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇതുപോലെ മെർച്ചൻഡൈസ് അവൈലബിൾ ആണ് എന്നൊക്കെ പറഞ്ഞു അത് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഗൂസ് പംസ് ആണ്. നമ്മൾ ആർട്ട് വർക്കിന് പുള്ളി ഇങ്ങനെ അറിഞ്ഞില്ലല്ലോ. അയ്യോ, അത് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. അപ്പൊ അതൊക്കെയായിരുന്നു മൂവിക്ക് വേണ്ടിയിട്ട് ചെയ്തു. ഇനി എന്തെങ്കിലും ഏതെങ്കിലും മൂവിന്ന് വിളിച്ചിട്ടുണ്ടോ? അല്ല, വിളിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിജയണ്ണനെ. തളപതിക്ക് വേണ്ടിയിട്ട് അവിടെ തളപതി 2026 എന്ന് പറഞ്ഞിട്ടൊരു ആർട്ട് ചെയ്യുന്നുണ്ട്. കിട്ടട്ടെ, അതും കിട്ടട്ടെ. ഇതിപ്പോ ഇത്രയും നമ്മൾ സ്വയമാണല്ലോ ആദ്യം ചെയ്ത് തുടങ്ങിയത്, അല്ലെ? എവിടെങ്കിലും ഏതിൽ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതിൽ ആരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇതിൽ ഇൻസ്പയർഡ് ആയി എന്ന് പറയുന്നത് നമ്മളെ കുട്ടിക്കാലത്ത് മെയിനായിട്ടും ഈ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു റോഡ് സൈഡിൽ നിന്നിട്ട് ഒരു ചേട്ടൻ വാളിലൊക്കെ വരയ്ക്കും. പുള്ളി എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ ചൂടുകട്ട, ഈ പറഞ്ഞ പോലെ പച്ചല, അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ പുള്ളി എൻ്റെ കയ്യിൽ ഇതില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ച് മാറി നിൽക്കുകയൊന്നുമില്ല. പുള്ളിയുടെ എന്ത് കിട്ടുന്നു അത് വെച്ചിട്ട് പുള്ളി ചെയ്യും. അപ്പോൾ ആ പുള്ളി ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പോൾ അല്ല ആ ചേട്ടൻ ആയിരുന്നു കുട്ടിയിലെ ഭയങ്കര എന്ന് വെച്ചാൽ നമ്മൾ ആർട്ടിസ്റ്റ് കൊച്ചുകുട്ടിയല്ലേ, നമ്മളെ കുട്ടി മനസ്സിൽ പതിയുന്ന ഒരാൾ പുള്ളിയായിരുന്നു ആദ്യമേ കണ്ടു.
പിന്നെ അതിനുശേഷം പിന്നെ നമ്മുടെ മാതൃഭൂമി പത്രത്തിൽ തന്നെയുള്ള ആർട്ടിസ്റ്റ് നമ്പൂതിരി സാറിൻ്റെ ഒരു പങ്ക്തിയുണ്ട്. അപ്പോൾ അത് എപ്പോഴും ഞാൻ അതിനെ നോക്കിയിട്ട് തിരിച്ച് വീണ്ടും വരയ്ക്കാനായിട്ട് നോക്കുമായിരുന്നു. എന്ന് വെച്ചാൽ അതൊക്കെ കുട്ടിയിലെ ഒരു 5th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അതൊക്കെ ആയിരുന്നു കുട്ടിക്കാലത്തുള്ള വീണ്ടും ആർട്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനമൊക്കെ. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ഇവിടെയുള്ളവർക്ക് ഇപ്പോൾ എന്തായാലും ഇവിടെ ഇല്ല, എബ്രോഡാണ്. പക്ഷേ ഇവിടെയുള്ളവർക്ക് ഇങ്ങനത്തെ ഈ ഡൂഡിൽ ആർട്ടൊക്കെ പഠിക്കണം തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ ക്ലാസ്സോ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയൊക്കെ നടക്കുമോ? അതെ, ഓൺലൈനായിട്ട് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൺലൈനായിട്ട് കുറച്ച് ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് അമേസിംഗ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെയും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അവരൊക്കെ ചെയ്യുന്നുമുണ്ട്. അത് മാത്രമല്ല ഒരുപാട് ഇപ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ ബുക്ക് വായിച്ചോ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഓപ്പണായിട്ട് വൈഡായിട്ട് കിടക്കുകയല്ലേ. അപ്പോൾ അവർക്കിപ്പോൾ റെഫർ ചെയ്യാനും ഈ പറഞ്ഞ പോലെ റെഫറൻസ് കിട്ടാനൊക്കെ ഭയങ്കര എളുപ്പമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് പഠിക്കാനും എല്ലാം പറ്റും. പിന്നെ എന്തെങ്കിലും ഗൈഡൻസ് ഒക്കെ വേണമെന്നുള്ളവരൊക്കെ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട്. ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പം കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ടീഷർട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ കാറ്, ഫ്ലൈറ്റ്, അങ്ങനെ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണ് ചെയ്തേക്കണേന്നൊന്നൊരു ലിസ്റ്റ് പറയുമോ? ഇപ്പോൾ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ കാറിൽ ചെയ്തു, പിന്നെ ഷൂസ് ചെയ്തു, ടീഷർട്ട്, ജാക്കറ്റ്, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ബോഡി പെയിൻറ്റിങ് പോലെ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ റോ ആയിട്ടുള്ള ബോഡി. പിന്നെ അതൊരു ഫ്രണ്ടിൻ്റെയും കൂടെയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ പക്ഷേ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അവർ എന്ന് വെച്ചാൽ പ്രഗ്നൻറ്റ് വുമണൊക്കെ ആയിട്ട് അവരുടെയൊക്കെ പ്രഗ്നൻസി ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇതുപോലെ ഭയങ്കര വൾഗർ അല്ലാത്ത രീതിയിൽ അത് ബോഡി പെയിൻറ്റിങ് ഒക്കെ അത് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, എന്തെങ്കിലും ചെയ്യണമെന്നല്ല. പിന്നെ അത് മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ള പിന്നെ ഒരു നമ്മുടെ എന്താണ് വെഞ്ഞാറമൂടിൽ തന്നെ ഒരു വലിയൊരു പാറയുണ്ട്. അപ്പോൾ ആ ഒരു പാറയുടെ മുകളിൽ ഒരു വലിയൊരു ആർട്ട് വർക്ക് ഏകദേശം 15-20 മീറ്റർ വലിയൊരു ആർട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അത് ഇപ്പോൾ ഗൂഗിൾ എർത്തിലൊക്കെ പാറയിൽ. അപ്പോൾ അത് നമ്മൾ അത് പാടായിരുന്നു. പക്ഷെ ഇതെന്ന് വെച്ചാൽ ആർട്ട് അവിടെ അത് കുമ്മായം ഇല്ലേ, അത് വെച്ചിട്ട് ഇതുപോലെ ഒരു വെക്കേഷന് ഞാൻ വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഭാരത് ബന്ധം എന്തോ ആയിരുന്നു, എനിക്കെങ്ങും പോകാൻ വയ്യ. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് വീട്ടിൽ കുറച്ച് കുമ്മായായിരുന്നു. പക്ഷേ ഇതിൽ ഫെവിക്കോൾ മിക്സ് ചെയ്താൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് പെർമനൻ്റ് ആവും. ഞാൻ ഫെവിക്കോൾ മിക്സ് ചെയ്യാതെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ കുട്ടിയിൽ കളിച്ച് വളർന്ന സ്ഥലമാണ്, അവിടെ ഒരു ആർട്ട് ചെയ്യണം. പക്ഷെ അത് അന്ന് തന്നെ വൈകുന്നേരം മഴ പെയ്തത് മാഞ്ഞു പോവുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ പിള്ളേരെല്ലാം കൂടി അതിന് ഗൂഗിൾ എർത്തിൽ പേര് കൊടുത്തു, ഡൂഡിൽ റോക്ക്. ഡൂഡിൽ റോക്ക് വെഞ്ഞാറമൂടെന്ന് കൊടുത്ത പറയണ. അതെനിക്കൊരു ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ രാജീവ് അഞ്ചൽ പുള്ളി ജഡായു പാറയിൽ ഇതുപോലെ ജഡായുവിൻ്റെ വലിയൊരു സ്കൾപ്ചറൊക്കെ ചെയ്ത പോലെ ഇവിടെ ഒരു എന്തെങ്കിലും കേരള ടൂറിസമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു വലിയ സ്കൾപ്ചർ ഡൂഡിൽ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം പ്ലാൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പറ്റട്ടെ. ഒബ്സർവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഇങ്ങനെ കുറേ വരകൾ. അപ്പം ഒബ്സർവേഷൻ ലൈക്ക് അതെങ്ങനെ നിങ്ങളൊക്കെ നോക്കിക്കാണണേ ആസ് എ ഡൂഡിൽ ആർട്ടിസ്റ്റ്? ഇത് ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ നമ്മളെ ഈ ലൈഫിലുള്ള കുറേ കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ ഡൂഡിൽ വർക്ക്ഷോപ്പിൽ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ലീഫിനെ വരയ്ക്കും. അപ്പോൾ പലതരത്തിലുള്ള ലീഫുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ ലീഫിൻ്റെയും വെയിൻസ് ഒക്കെ ഇല്ലേ, അതായത് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും അതിൻ്റെ തന്നെ ഷേപ്പുകൾ. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ നേച്ചറിൽ ഒബ്സർവ് ചെയ്യുന്ന പോലെ ഇപ്പോൾ ഹ്യൂമൻ ഫേസസിൻ്റെ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു ലേഡിയുടെ ഫേസ് വരയ്ക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഒരു മെയിൽ ഫേസ് വരയ്ക്കുന്നത്. അപ്പോൾ മെയിൽ ഫേസസിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഈസി ആയിരിക്കും വരയ്ക്കാൻ. ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ഫീമെയിൽ ഫേസസ് ആകുമ്പോഴത്തേക്ക് മീശയൊന്നും ഇല്ലല്ലോ, കുറച്ച് ടഫാണെന്ന് വെച്ചാൽ അത് അതല്ലല്ല. ഫീച്ചേഴ്സ് കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി വരച്ച് വരാനായിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാലേട്ടൻ നമ്മൾ വരയ്ക്കുന്നു. ഇപ്പോൾ നമ്മളൊരു ഷോൾഡർ ചരിച്ചാൽ അല്ലെങ്കിൽ മീശ വിരിച്ചൊക്കെ വെച്ചാൽ അത്യാവശ്യം ഒരു ചബ്ബി ഫേസ് ആണെങ്കിൽ പെട്ടെന്ന് മേക്ക് ചെയ്യാനൊക്കെ ഈസി അല്ലേ. അപ്പോൾ മറ്റേതാകുമ്പോഴത്തേക്ക് ആ ഒരു ലേഡി ഫേസ് ഞാൻ പറയുന്നത് ഭയങ്കര ടഫാണെന്നല്ല, നമ്മളുടെ ഇതെന്ന് വെച്ചാൽ 5 മിനിറ്റ് 2 മിനിറ്റിലേക്ക് കൊണ്ട് വരയ്ച്ച് തീർക്കണം. ആ ഒരു ടൈം ഫ്രെയിമിൽ വരയ്ക്കുന്നത് കുറച്ച് ടാസ്ക്കാണ് ആ സമയത്ത്. അതെ, അല്ലാതെ കുഴപ്പമില്ല. പിന്നെ ഇത് എനിക്ക് പണ്ടൊക്കെ ഫേസ് വരയ്ക്കുന്നത് ഭയങ്കര ടഫായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ ഈ ഒരു പ്രോജക്റ്റ് തന്നെ എടുത്തിട്ട് മാക്സിമം ഫേസ് എനിക്ക് പറ്റാത്ത കാര്യം ചെയ്ത് പറ്റാതെ. അതെ.
ഇപ്പൊ സിജിൻ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതെ. ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ പെട്ടെന്ന് ഞാൻ തളപതിയുടെ കാര്യമാണ് എനിക്ക് ഓർമ്മ തന്നെ. അങ്ങനെ കുറേ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡെഫിനറ്റ്ലി എന്തായാലും നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഡൂഡിൽ ആർട്ടിന്റെ ഒരു ഫാനാണ് ഞാനും. കാര്യം ഞാൻ ആ ഇൻസ്റ്റാ പേജൊക്കെ നോക്കിയപ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വർക്കും ചെയ്യണത്. സോ എന്തായാലും അതിന്റെ റിസൾട്ട് എന്താ പറയുക നല്ല രീതിയിൽ തന്നെ കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്.